നമ്മുടെ യാത്രയുടെ രണ്ടാം ഭാഗം ഇവിടെ തുടങ്ങുകയാണ്. ആദ്യ ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ ഈ ഒരു നടവഴി രണ്ട് ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലായിട്ടാണ് ഔഷധ സസ്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമ്മളിതുവരെ കാണാത്ത, അല്ലെങ്കിൽ ഞാനിതുവരെ കാണാത്ത, കേൾക്കാത്ത ഒരുപാട് സസ്യങ്ങളും മരങ്ങളും കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കിതുപോലെയുള്ള ഒരുപാട് സൈൻ ബോർഡുകൾ കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു വനത്തിലുള്ള ചിത്രശലഭങ്ങൾ, അതുപോലെ ഔഷധ സസ്യങ്ങൾ, അവയുടെയൊക്കെ പേര്, ശാസ്ത്രീയ നാമം, ഇതൊക്കെ ഈ ബോർഡുകളിൽ നോക്കി നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ചട്ടികളിലാണ് സസ്യങ്ങൾ നട്ടിട്ടുള്ളത്. അവയിൽ ചിലതൊക്കെ നമ്മൾ ചിലപ്പോൾ മുൻപേ കണ്ടിട്ടുള്ളതായിരിക്കാം. എന്നാൽ കൂടുതലും ഇതുവരെ കാണാത്ത സസ്യങ്ങളും ഇതിലുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ, അതായത് ഈ ഒരു വനപർവ്വം അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ കണ്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഇത്രയൊക്കെ ആളുകൾ വരുന്നൊരു സ്ഥലമായിട്ട് കൂടി ഒരു തരത്തിലുള്ള മാലിന്യങ്ങളോ അതല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ ഇവിടെയൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. പ്രകൃതിയുടെ ഈ ഒരു മനോഹാരിത ഒരിക്കലും നഷ്ടപ്പെടാത്ത വിധം ഈ രീതിയിൽ തന്നെ തുടർന്ന് മുന്നോട്ട് പോകട്ടെ എന്നും അതിയായി ആഗ്രഹിക്കുന്നു. ഔഷധ സസ്യത്തോട്ടങ്ങളിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇത്തരത്തിലുള്ള ചെറിയൊരു കളിസ്ഥലത്തേക്കാണ്. ഇവിടെ കുറേയേറെ ഊഞ്ഞാലുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ആ കാണുന്ന എൻ്റെ വൈഫും മോളും ഞാൻ ഈ വീഡിയോ എടുക്കുന്നതൊന്നും അറിയാതെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. മോളാണെങ്കിൽ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് വണ്ടടിച്ചിരിക്കുന്നുണ്ട്. നമ്മളിവിടെ വന്ന സമയം ഇവിടെ അധികം തിരക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. വളരെ കുറച്ച് ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ കാലം തെറ്റി പെയ്യുന്ന മഴ കൊണ്ടാവാം. ഇരിപ്പിടം ഒരുപാട് സ്ഥലത്തുണ്ടെങ്കിലും മേൽക്കൂരയോട് കൂടിയിട്ടുള്ളൊരു ഇരിപ്പിടം സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ടിൻ്റെ മുന്നിലായിട്ടാണ്. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള ചിത്രശലഭങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റുമെന്നും ഇവിടുത്തെ ജീവനക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമുക്ക് ആദ്യമായിട്ട് പാറകളും വെള്ളവും ഒക്കെ കാണാൻ കഴിഞ്ഞത്. ഈ സമയം വെള്ളം കുറച്ച് കുറവാണ്, പക്ഷേ പാറകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വഴുക്കി പിടിച്ച് കിടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അധികം തിരക്കില്ലാത്തത് കൊണ്ട് ഈ കാണുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശബ്ദം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെയും പക്ഷികളുടെ ശബ്ദവും ഒഴികെ വേറൊരു ശബ്ദവും ഇവിടെ ഇല്ല. ഇതൊക്കെ കേട്ട് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇവിടെ കുറച്ചേരം ഇരിക്കാൻ കഴിയുകയെന്ന് പറഞ്ഞാൽ അത് വേറൊരു ഫീലാണ്. കോഴിക്കോടിൻ്റെ പരിസര പ്രദേശത്തുള്ളവർക്ക് ഒരു ദിവസം കൊണ്ട് വന്നു പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് വനപർവ്വം. ദയാ വരുന്നത് ഞാൻ തന്നെയാണ്. കാടിനുള്ളിലൂടെ കുറച്ചൊന്ന് നടന്നു നോക്കാൻ പോയതാണ്. ഈ ഒരു സ്പോട്ടിൽ നിന്നും കുറച്ച് മുകളിലോട്ട് കയറി കഴിഞ്ഞാലാണ് നമുക്ക് പാത്തിപ്പാറ വെള്ളച്ചാട്ടം, പാത്തിപ്പാറ വ്യൂ പോയിൻ്റ്, മുയൽപ്പാറ, മുൾച്ചെടി എന്നതൊക്കെ കാണാൻ കഴിയുക. ആ കാഴ്ചകൾ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്. താങ്ക് യു.